കറ്റാനം ഇലിപ്പക്കുളം KKM GVHSS സ്വാതന്ത്ര്യദിന ആഘോഷം നടത്തി. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയാണ് ദിനാഘോഷം നടത്തിയത്. കറ്റാനം ഇലിപ്പക്കുളം KKM GVHSSൽ സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന മദർ വിംഗ് ശരണാലയത്തിലെ അന്തേവാസികളോടൊപ്പമാണ് സ്വാതന്ത്ര്യദിന ആഘോഷം സംഘടിപ്പിച്ചത്. സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം NCC എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ആഘോഷം സംഘടിപ്പിച്ചത്. സ്കൂൾ പ്രിൻസിപ്പൽ വിനോദ് MS ദിവസത്തിന്റെ പ്രത്യേകത വിശദീകരിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് പ്രകാശ് വാസു ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ അച്ഛനോ അമ്മയോ ഇതേപോലെയുള്ള സ്ഥാപനങ്ങളിലാണ് മനസ്സ് തട്ടിയത് കുറിച്ചിരിക്കുന്നത്. പലരുടെയും മുഖത്ത് നോക്കുമ്പോൾ പലരുടെയും കണ്ണുകൾ ഇത് പറഞ്ഞാൽ അത് അവരുടെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ട്. അതൊരു വലിയ അനുഭവമായിരിക്കും ഈ കുഞ്ഞുങ്ങൾക്ക്. എല്ലാ അമ്മമാരാണ്. മക്കൾ 2 പേരുള്ളവരുണ്ട്. SMSക്ക് 5 മക്കളുള്ളവരാണ്. അപ്പം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇത് എപ്പോഴും ഉൾക്കൊള്ളണം. നിങ്ങൾ പഠിക്കണം, നല്ലതായിട്ട് പഠിക്കണം. തീർച്ചയായിട്ടും ഒരു കുഞ്ഞുങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകാതെ ലഹരിയൊന്നും ഉപയോഗിക്കാതെ നല്ല കുഞ്ഞുങ്ങളായിട്ട് ഈ സാറുമാരൊക്കെ അത്രയും നേതൃത്വം നൽകുന്നതാണ് അല്ലേ? ഈ സാറുമാർ എങ്ങനെ നാളെ ചിലപ്പോൾ മോള് സിവിൽ എഞ്ചിനീയർ ആവാം, ചിലപ്പോൾ പോലീസ് ആവാം, ചിലപ്പോൾ പൈലറ്റ് ആവാം. എനിക്ക് കൺസെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഏത് നിലയിൽ ദൈവം എത്തിച്ചാലും എന്റെ മുഖം കുറച്ചുകൂടി വെളുത്തതാക്കണമെങ്കിൽ ഒരു ശസ്ത്രക്രിയയിലൂടെ ഒരു പാടുമില്ലാത്ത, കുറച്ച് പാടുമായി മുഖം പാടില്ലാത്ത, ഒരിക്കലും ഒരു സർജറി കൊണ്ടും ഒരു ശസ്ത്രക്രിയ കൊണ്ടും നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒരു അടയാളം നമ്മുടെ ശരീരത്തിലുണ്ട്. സ്കൂൾ പ്രഥമാധ്യാപിക സലൂജ KL സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. VHSC വിഭാഗത്തിൽ നിന്നും രതീഷാർ, ഹയർ സെക്കൻഡറി വിഭാഗം അധ്യാപകരായ അജിത്ത്, ഡോക്ടർ രാജീവ് കുമാർ എന്നിവർ പങ്കെടുത്തു. അധ്യാപികയും NCC ചാർജ് ഓഫീസറുമായ രാജി K നന്ദി പറഞ്ഞു. സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം NCC എന്നീ വിഭാഗങ്ങളിലെ 100 കുട്ടികൾ സ്കൂളിൽ നിന്നും സൈക്കിൾ റാലിയായാണ് ശരണാലയത്തിൽ എത്തിയത്. ഇവിടെ കുട്ടികൾ വിവിധ കലാപരിപാടികളും അവതരിപ്പിച്ചു. സ്റ്റാഫ് സെക്രട്ടറിയും പ്രോഗ്രാം കോർഡിനേറ്ററുമായ R രാജേഷ് നേതൃത്വം നൽകി. CDNet ന്യൂസ് ചാരുമൂട്.